മക്ഡൊണാൾഡ് ലോകോത്തര ബ്രാൻഡാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബ്രാൻഡിന് ഇപ്പോൾ ഇന്ത്യ ചില വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇന്ത്യ മാത്രമല്ല, ചൈനയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രുചിപ്രേമികളെ നിരാശരാക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ബദൽ മാർഗ്ഗമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? രുചിപ്രേമികളെ നിരാശരാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അമേരിക്കയുടെ സാംസ്കാരിക പ്രതീകം എന്നാണ് മാക്ഡൊണാൾഡിനെ വിവരിക്കുന്നത്. അതിന് വിലക്കേർപ്പെടുത്തുന്നു എന്നല്ല ശരിയായിട്ടുള്ള പദം. അവർ ഇന്ത്യയും ചൈനയും മാക്ഡൊണാൾഡിന് 300% താരിഫ് ഏർപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. ഈ ആലോചനകൾ പലപ്പോഴും ഈ നമ്മളെ കൊള്ളയെടുത്ത് കൊള്ളൂ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഏഷ്യ ഒരു വൻമതിൽ, ഈ ആഗോള ഭീമന്, മാക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ശൃംഖലകളുടെ ആഗോള ഭീമനാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏഷ്യ ഉണ്ടാക്കുന്ന ഈ വൻമതിൽ, ചൈനയും ഇന്ത്യയും ചേർന്നുണ്ടാക്കുന്ന ഈ വൻമതിൽ, ആ വൻമതിൽ എത്രത്തോളം വലുതാണ് എന്നറിയണമെങ്കിൽ ഈ സംരംഭം എത്രത്തോളം വലുതാണ്, ആരാണ് മാക്ഡൊണാൾഡ് എന്നും കൂടെ അറിഞ്ഞാലാണ് നമ്മൾ മനസ്സിലാക്കുക. 1940 ആരംഭിച്ച അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ് 2 സഹോദരന്മാരെ തുടങ്ങിയത്. റിച്ചാർഡ് എന്ന് പറഞ്ഞ, മോറിസ് എന്ന് പറഞ്ഞ മാക്ഡൊണാൾഡ് സഹോദരന്മാർ. അവർ തുടങ്ങിയ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിൽ പിന്നീട് റേ ക്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിദ്വാൻ വന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹമാണ് ഈ ഫ്രാഞ്ചൈസി സിസ്റ്റം ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്ന ലോകത്ത് ആദ്യമായിട്ട് ഈ ഫ്രാഞ്ചൈസി ബിസിനസ് സിസ്റ്റം ഒക്കെ ഒരു പക്ഷേ ഈ അമേരിക്കയിൽ നിന്ന് തുടങ്ങിയതൊക്കെ ഈ പ്രസ്ഥാനമായിരിക്കും. പിന്നീട് ഇവർ ചേർന്നിട്ട് ഇതൊരു വലിയ കോർപ്പറേഷനായി മാറി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട്, കോർപ്പറേഷനായിട്ട് ഇത് മാറി. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് സ്പീഡ് സർവീസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കുന്നത്. ഈ സ്പീഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ വഴിയോരങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്, ആ വാക്കുണ്ടായത് തന്നെ ഇവിടെ നിന്നാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കേണ്ട സാധനം ആണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഫുഡ് എന്ന നിലയ്ക്ക്, സ്പീഡ് സർവീസ് എന്ന നിലയ്ക്ക് ഇങ്ങനെ വളർന്നു വന്ന ആഗോള സാന്നിധ്യമായ ഈ റെസ്റ്റോറൻറ്റ് ഭീമന് ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ 40,000-ലധികം റെസ്റ്റോറൻറ്റ് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ ദിവസേന 6 കോടി 60 മില്യൺ ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം 6 കോടി. അപ്പോൾ അത്രയും അധികമുണ്ട്. അപ്പോൾ ഭക്ഷണം, ഇവരുടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് രാജ്യങ്ങളിൽ ആ രാജ്യത്തെ ആ ഫ്ലേവറും കൂടെ കടമെടുത്തുകൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതിയാണ്. അപ്പോൾ ചൈനയിൽ ചെന്നാൽ ചൈനയുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ എടുത്തുകൊണ്ട്, ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യക്ക് ഭക്ഷണ വൈവിധ്യം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. അപ്പോൾ അതാത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ പിന്നെയുമുണ്ട്, വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ ഫ്ലേവേഴ്സിനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൻ നഗരങ്ങളിൽ മാത്രമേ അവരുടെ സാന്നിധ്യമുള്ളൂ, ചൈനയിൽ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വലിയ ഭീമനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഇന്ത്യക്കും ചൈനയ്ക്കും വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. അപ്പം ഇവരെല്ലാം ഇത്തരത്തിൽ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഈ അമേരിക്കയുടെ ഈ സാംസ്കാരിക പൈതൃകത്തെ അല്ലെങ്കിൽ സാംസ്കാരിക അടയാളത്തെ നേരിടാൻ ഒരുങ്ങുമ്പോൾ എവിടെയാണ് അടി കൊണ്ടതെന്നറിയോ? ഈ കോർപ്പറേഷൻ്റെ, ഈ വലിയ മാക്ഡൊണാൾഡിൻ്റെ ഓഹരികളിൽ 15% ഇടിവ് സംഭവിച്ചു. ലോകമെമ്പാടുമായി 1% വിൽപ്പന കുറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ വില കൂടി. അമേരിക്കക്കാരുടെ ഈ ബർഗർ സംസ്കാരത്തിലാണ് അവൻ നിത്യേന കഴിക്കുന്ന ആ ബർഗറിന് വില കൂടിയിരിക്കുന്നു. ടാരിഫ് 300%. യുദ്ധമായി മാറാൻ പോവുകയാണ്. അപ്പോൾ മാക്ഡൊണാൾഡിൻ്റെ ഭാവി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഏഷ്യൻ വൻശക്തികളായ ഇന്ത്യയും ചൈനയും ചേർന്ന് ഇതിൻ്റെ അകത്ത് വലിയ ഒരു അടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തെല്ലാം കൊടുക്കാൻ പോകുന്നു നമുക്കിനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഒരു കാലത്ത് അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെ ജീവിത രീതിയുടെയും ആഗോള പ്രതീകമായിരുന്ന ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ടിപ്പോൾ ഈ യുദ്ധം മാറിയിരിക്കുകയാണ്. ഒരു പുതിയ രീതിയിലാണ് യുദ്ധം മാറുന്നത്. അപ്പോൾ ചൈനയിൽ അവരുടെ സാന്നിധ്യം വെച്ച് നോക്കുകയാണെങ്കിൽ 1990 ചൈനയിൽ മാക്ഡൊണാൾഡ് വരുന്നത്. അപ്പോൾ അതിനുശേഷം വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദശാബ്ദങ്ങൾ കൊണ്ട് 5000 റെസ്റ്റോറൻറ്റുകളാണ് ചൈനയിൽ അവർ നേരിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ 5000 റെസ്റ്റോറൻറ്റുകൾ നടത്തിയിട്ട് അവിടുത്തെ ഫ്ലേവേഴ്സൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ 6 വർഷം കൂടെ കഴിഞ്ഞ് 1996 ഇന്ത്യയിൽ അത് വരുന്നത്. ഇന്ത്യയിൽ 500 റെസ്റ്റോറൻറ്റുകളെ ഉള്ളൂ. ഇവിടെ ഒരു ഫ്രാഞ്ചൈസി മോഡലാണ്, കൂട്ടിച്ചേർത്തുകൊണ്ട് ഫ്രാഞ്ചൈസികളെ കണ്ടെത്തിക്കൊണ്ടാണ് ഇവിടെ അത് പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ
ഇത് കൊള്ളേണ്ടടുത്ത് കൊള്ളണമല്ലോ. അതെ, ഇത് എവിടെയാണ് കൊള്ളുക എന്നുള്ള സിനിജിക്ക് അറിയാമല്ലോ, വ്യക്തമായ ധാരണയുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക നമുക്കെതിരെ 100% താരിഫ് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ അടിച്ചിരുത്തുക എന്നുള്ള. അപ്പം നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗോള കുത്തതിന് ഇട്ടിട്ട് ഒരു തട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇത് വയറ്റത്താണ് അടിക്കുന്നത്. കൃത്യം അമേരിക്കക്കാരുടെ ഭക്ഷണത്തിന്റെ വയറ്റത്താണ് അടിക്കുന്നത്. ആ അടി കൃത്യമായി കൊള്ളും, അവന്റെ രുചിയുടെ തലപ്പത്താണ് അടിക്കുന്നത്. അപ്പൊ ഇതിനെ ഏറ്റവും വലിയ കൊള്ളേണ്ടത് ആൾക്ക് കൊണ്ടു എന്നുള്ളതാണ് ട്രംപിന്റെ രോഷ പ്രതികരണം എന്താണെന്നറിയാമോ? അവര് പറഞ്ഞ ഇത് ബർഗറുകളുടെ കാര്യമല്ല, അമേരിക്കൻ ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണ്. ഇത് ഭക്ഷണത്തിന്റെ കാര്യമല്ല, ബർഗറുകളുടെ കാര്യമല്ല, അമേരിക്കൻ ഭക്ഷണ രീതിയിലേക്കുള്ള ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ചൈനീസ് സ്റ്റീല്, ഇലക്ട്രോണിക് മറ്റു ഉപഭോക്തൃ വസ്തുക്കൾക്കൊക്കെ 200% നികുതി ഒട്ടനെ അടിച്ചു. പുള്ളിക്ക് ഇങ്ങനെ ഈ നോട്ടടിക്കുന്ന പോലെയാണ്, അവന്റെ ഡോളർ അടിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് അവൻ നികുതി അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അവൻ അതിനെ നേരിടാൻ പോകുന്നത്. അപ്പം ഇത് പിടിച്ച് കുലുക്കിയിരിക്കുക ഓഹരി വിപണിയിൽ ഈ മാക്ഡൊണാൾഡിന്റെ ഈ ഒരു സംഗതി. അപ്പം ഇന്ത്യ പക്ഷേ വളരെ തന്ത്രപരമായ നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു വാറിലേക്കല്ല, ചൈനയുമായി കൈകോർത്ത് മാക്ഡൊണാൾഡിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നത് എങ്ങനെയൊക്കെയാണ്. മുംബൈയിൽ മാത്രം 80 റെസ്റ്റോറൻറ്റുകളുണ്ട് മാക്ഡൊണാൾഡിന്റെ. കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പം ഇത് പകരം ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ടത് സ്വദേശി ബ്രാൻഡുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹർദിറാംസ് പോലുള്ള, നമുക്കറിയാം ഹർദിറാംസ് പോലുള്ള നോർത്ത് ഇന്ത്യയിലെ വലിയ ബ്രാൻഡുകൾ, അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അതുപോലെ ബർഗർ കിങ് അല്ല, ബർഗർ സിംഗ്, നമ്മുടെ സിംഗ്, ബർഗർ സിംഗിനെ പോലുള്ള തദ്ദേശീയ ബ്രാൻഡുകൾക്ക് കൂടുതൽ വേദികൾ നൽകണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നീക്കുന്ന ഈ നീക്കത്തിൽ വലിയ പിന്തുണ ബ്രിക്സിന്റെ ഭാഗത്തുനിന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീലും റഷ്യയും ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇവരെ മാക്ഡൊണാൾഡിനെ നേരിടുന്നതിൽ മുഴുവൻ സപ്പോർട്ടും കൊടുത്തിരിക്കുകയാണ്. ഇത് സത്യത്തിൽ അമേരിക്കയുടെ സാംസ്കാരിക മേൽക്കോയ്മയുടെ ഭാവി തീരുമാനിക്കും. അമേരിക്ക കടന്നു കയറുന്നുണ്ടല്ലോ, തങ്ങളിങ്ങനെ ലോകോത്തര ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വേറൊരു പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ, ഈ മാക്ഡൊണാൾഡ് ശരിക്കും നടത്തുന്നത് ഈ കച്ചവടം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ് അവർ. അത് ശരി. എന്ന് വെച്ചാൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്ന വലിയ സാമ്രാജ്യം, വലിയ സംഘടനകളിലൊന്ന് കത്തോലിക്ക സഭയാണ് ലോകമെമ്പാടും. അവരതിന് പക്ഷെ നല്ല രീതിയിൽ അവർ ഒരുപാട് സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രസക്തമായിട്ട് ഒത്തിരി സ്ഥാപനങ്ങളും നടത്തി. അത് വേണം താനും. കത്തോലിക്ക സഭയാണ് ഏറ്റവും കൂടുതലുള്ള ഭൂമി ഓൺ ചെയ്യുന്ന അതിന്റെ ഉടമസ്ഥര്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് ഈ കമ്പനി. മിക്കവാറും സ്ഥലങ്ങളിലും അവരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മറ്റൊരു കച്ചവടം കൂടിയുണ്ട്. ട്രംപ് ഒരു വലിയ റിയൽ എസ്റ്റേറ്റുകാരനെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. അതിനൊക്കെ കിട്ടുന്ന മേൽക്കോയ്മയുടെ ഭാവിക്ക് മുകളിലുള്ള വലിയ അടിയാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രതിഷേധവും ബഹിഷ്കരണ ആഹ്വാനങ്ങളും നടക്കുന്നു. ഇന്ത്യയിൽ സ്വദേശി ഭക്ഷണം കഴിക്കൂ, വിദേശ ബ്രാൻഡ് തള്ളിക്കളയൂ എന്ന സന്ദേശമാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിലുള്ള അന്തിമമായ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിഹ്നങ്ങളുടെ വ്യാപാര യുദ്ധത്തിൽ, ഈ ട്രേഡ് മാർക്കിന്റെ യുദ്ധത്തിൽ, ചിഹ്നങ്ങളാണല്ലോ, ഒരു ബർഗറിന്റെ ചിഹ്നം വെച്ചിട്ട് വളഞ്ഞ് ഇതൊക്കെ വെച്ചിട്ടുള്ള കണ്ടില്ലേ, ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ വളച്ചു വെച്ചതുപോലെ, ഈ യുദ്ധത്തിലെ ആദ്യത്തെ ഇര മാക്ഡൊണാൾഡായി മാറുകയാണ്. അപ്പൊ ഇതില് മാക്ഡൊണാൾഡ് ഒരു വെറും ബ്രാൻഡ് മാത്രമല്ലെന്നും ആഗോള രാഷ്ട്രീയത്തിലെ പ്രതീകാത്മകമായ യുദ്ധത്തിന്റെ മുന്നണി പോരാളിയാണ് അവരെന്നും അമേരിക്ക പറയുമ്പോൾ ചോദ്യം ഇതാണ് അവശേഷിക്കുന്നത്: അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ഈ ആഗോള ഐക്കണിനെ സംരക്ഷിക്കാൻ നിൽക്കുമോ, അതോ മാക്ഡൊണാൾഡ് ഈ പുതിയ ചിഹ്നങ്ങളുടെ യുദ്ധത്തിലെ ആദ്യത്തെ ഇരയായി മാറുമോ എന്നാണ് ചോദ്യം. നമുക്കെന്തായാലും നോക്കാം. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും കൂടെ ഒരു നീക്കം നടത്തിയാൽ അതിനെ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താരിഫ് യുദ്ധത്തിനപ്പുറത്തേക്ക് ഈ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലേക്ക് കടന്നു കയറാം. അത് അമേരിക്ക നന്നായിട്ട് ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ വയറ്റത്ത് നല്ല അടിയാണ് ഇന്ത്യയും ചൈനയും ചേർന്ന് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ ഇന്ത്യ കൊടുക്കാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.